സ്വന്തം നാടും കിടപ്പാടവും നഷ്ടപ്പെട്ട് രായ്ക്കിരാമാനം നാട് വിടേണ്ടി വന്നപ്പോഴും അള്ളാഹുവിന്റെ റസൂല് നെഞ്ചോട് ചേർത്ത് വെച്ചത് തന്റെ കർത്തവ്യമുണ്ടല്ലോ, ധാർമ്മികമായ ഉത്തരവാദിത്തം, തൗഹീദ് പഠിപ്പിക്കുക. അതിൽ വെള്ളം ചേർക്കാൻ റസൂൽ നിന്നിട്ടില്ല. റസൂലിന് പിറകെ നിന്ന മനുഷ്യർ പോലും നിന്നിട്ടില്ല. അടിമ ബിലാൽ പോലും തയ്യാറായിട്ടില്ല. നിങ്ങളോടൊപ്പം ഞാനുമുണ്ട് എന്ന് അപ്പോഴും പറഞ്ഞില്ലല്ലോ. അല്ലാഹു അഹദ്, അല്ലാഹു ഏകൻ എന്ന് പറഞ്ഞ ബിലാൽ റളിയല്ലാഹു അൻഹു, ആ പേര് പറയാനെങ്കിൽ പല മുസ്ലിമുകൾക്ക് അർഹത പോലും ഉണ്ടാവില്ല. വലിയ മുസ്ലിമീങ്ങളാ, വലിയ പാരമ്പര്യമുള്ള മുസ്ലിങ്ങളാ, ഒട്ടനവധി ഹജ്ജുകൾ ചെയ്ത ആൾക്കാരാ. പക്ഷെ എല്ലാം കഴിഞ്ഞു വന്നിട്ട് അവസാനം നിൽക്കുന്ന ദർഗയുടെ മുമ്പിലാ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. മരിച്ചുപോയ മനുഷ്യന്റെ ശരീരത്തെ നിങ്ങൾ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനറ്റ് പോയ മനുഷ്യന്റെ ശരീരം നിങ്ങൾ പരിചരിക്കണം, അത് കുളിപ്പിക്കണം, കഫൻ പൊതിയണം, ദഫൻ ചെയ്യണം, മഖ്ബറകൾ നിങ്ങൾ സന്ദർശിക്കണം. എന്തിനാ? മരണത്തെ കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ട്. അതിനേക്കാൾ വലിയ ഉപദേശമില്ല എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ കബറിൽ പോയ ഉത്സവത്തിന് ലഹരി ഉണ്ടായത് എന്ന് മുതലാണ്. അവിടേക്ക് ഉത്സവ ലഹരിയാണ്. തോരണങ്ങളും കൊടികളും അങ്ങനെ ഒരുപാട് അലങ്കാര ലൈറ്റുകൾ, എല്ലായിടത്തും ദീപങ്ങൾ, തെളിഞ്ഞു നിൽക്കുന്ന ദീപങ്ങളും, ഔറത്ത് പോലും മറക്കാത്ത അർദ്ധനഗ്നരായ പെണ്ണുങ്ങൾ ആടി ഉലഞ്ഞു നിൽക്കുന്ന അവസ്ഥ, നേർച്ചകളും വഴിപാടുകളും എണ്ണയ്ക്കും പഴത്തിനും വേണ്ടി നിൽക്കുന്നവർ, പട്ടുകീരി എടുക്കാനും പട്ടു കൊടുക്കാനും നിൽക്കുന്ന മത്സരങ്ങൾ, നേർച്ച ഭക്ഷണത്തിന് വേണ്ടി ഒരു നേരത്തെ നേർച്ച ഭക്ഷണത്തിന് കൈനീട്ടി നിൽക്കുന്നവർ, അതിന്റെ മുമ്പ് പോയി പരവതാനി പോലെ പച്ചപ്പട്ട് പതിച്ച കബറിന്റെ മുമ്പിൽ നിന്നിട്ട് കാക്കണമെന്ന് പറയാൻ, സങ്കടങ്ങൾ പറയാൻ, ആവശ്യങ്ങൾ നിരത്താൻ, ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദൂരീകരിക്കാൻ, പാവങ്ങൾ പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ നിഷ്കളങ്കരായ സമൂഹം എവിടെയാണോ പിഴച്ചുപോയത്? എങ്ങനെയാണ് നിങ്ങൾ കമലുകൾ സ്വീകരിക്കുക? 150 ഹജ്ജല്ല, ഈ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഹജ്ജ് ചെയ്താലും, ഈ ജീവിതകാലം മുഴുവൻ നിങ്ങൾ സുജൂദ് ചെയ്തിട്ട് മുതുകൾ കൂനായി പോയാലും, നിങ്ങൾ നോമ്പെടുത്ത് നിങ്ങളുടെ ആമാശയങ്ങൾ ഒട്ടിപ്പോയാലും അമലുകൾ സ്വീകരിക്കപ്പെടില്ല. ഒന്നാമത് വേണ്ടത് തൗഹീദാണ്. റബ്ബിന്റെ വിഷയത്തിൽ പങ്കു ചേർത്തിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് റബ്ബിന്റെ മുമ്പിലേക്ക്? അള്ളാഹുവിന്റെ വിഷയത്തിൽ ഏറ്റവും വലിയ നന്ദികേട് ഒരു മനുഷ്യൻ ചെയ്യാവുന്ന ഏറ്റവും വലിയ ചതി, ഏറ്റവും വലിയ വഞ്ചന, റബ്ബിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് ശിർക്ക് എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാം നൽകിയവന് ഒന്നുമല്ലാതാക്കി കളഞ്ഞുള്ളൂ. നിങ്ങളെപ്പോലെ മുമ്പ് ഇവിടെ ജീവിച്ച് മരിച്ച മനുഷ്യരാണോ നിങ്ങൾക്ക് ദൈവങ്ങൾ?